ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കോൺജുഗേറ്റ് ഓഫ് മെട്രിക്സ് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രിക്സ് എടുക്കാം. ഇതിന് 1 + i 3 2 - i. ഓക്കെ, ഇതാണ് നമ്മൾ മെട്രിക്സ് വന്നിട്ടുള്ളത്. ഈ മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. മുകളിലൊരു ഡാഷാണ് കോൺജുഗേറ്റിന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരാം? ഇതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ഇമാജിനറി നമ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് കിട്ടും. മക്കളെ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ഒരു മെട്രിക്സിൽ ഇമാജിനറി നമ്പറിൻ്റെ സൈൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് നോക്കാം, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ സെയിം ആക്കിയിട്ട് തന്നെ എടുത്തേതാ. 1 3 സെയിം ആയിരിക്കും. ഇനി ഇമാജിനറി ഉള്ളതിനെ നോക്കാം. ഓക്കെ, ഇപ്പോൾ 1 + i അതെന്താവും? 1 - i ആവും. ഇത് 2 - i ഉള്ളത് 2 + i ആവും. ഇതാണ് ഇതിൻ്റെ കോൺജുഗേറ്റ്. ഇത് ഇത്ര ഈസിയാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി ട്രൈ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ട്രൈ ചെയ്യാം. ഓക്കെ, a = 3 2 - i 8 + i 4 - 6i. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേറെ മെത്തേഡിലാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. അതായത് 3 2 - i 8 + 1 4 - 6i. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണമെങ്കിൽ കോൺജുഗേറ്റ് സിംഗിൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറിൻ്റെ മുമ്പിലുള്ള എന്ത് സൈൻസ് ആണോ വരുന്നത് അത് ഇൻ്റർചേഞ്ച് ചെയ്ത് വെക്കുക. അതായത് പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പോൾ എന്താവും? 3 റിമെയിൻസ് സെയിം. ഇനി 8 - i ആവും, 2 + i ആവും, 4 + 6i ആവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇനി 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ അതേ ക്വസ്റ്റ്യൻ ഇട്ടുതരാം, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എ എന്നാക്കിയിട്ട് കൺസിഡർ ചെയ്യാം. 2 2i 3 2 + i. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ a = 3 2 + i 2 + i 4. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ ഞാനും കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സൈന് മാത്രം മാറ്റിയിട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ 2i ആണെങ്കിൽ എന്താവും? -2i ആവും. 3 റിമെയിൻ ചെയ്യും, ഇത് 2 - i ആവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുവാണെങ്കിൽ 3 റിമെയിൻ സെയിം, 2 - i ആവും. ഇത് 2, ഇതും 2 - i ആവും. ഇത് 4 ആവും. ഓക്കെ, 4 സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫൈൻഡ് മെട്രിക്സ് എ. ഇതാണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡിറ്റർമിനൻറ്റിന് ഡിനോട്ട് ചെയ്യുന്ന സൈനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇത് ഭയങ്കര ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 6. അപ്പോൾ ഈ മെട്രിക്സ് എന്തൊക്കെ നമുക്ക് താഴോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 × 2 മെട്രിക്സിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ മതി. 6 × 4. ഓക്കെ, -6 × -2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാം. ഇനി ആൻസർ എത്രയായിരിക്കും കിട്ടുക? 24 + 12, അതായത് 36 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഒരു 3 × 3 മെട്രിക്സ് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്താൽ
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ 3x3 മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈൻസ് ആണ്. അതായത് ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ താഴത്ത് ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും. ഈ ഒരു ഓർഡറിലാണ് അത് വരാം. ഓക്കെ, മക്കൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും ഞാൻ പറയാം അപ്പോൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, മെട്രിക്സിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് വരാം. ഇവിടെ പ്ലസ് ആയിരിക്കും, മൈനസ് ആയിരിക്കും, പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്സ് ചെയ്താം. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക? ഡിറ്റർമിനൻ്റ് ഓഫ് എ അവിടെ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതാൻ തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ 2 കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കാം, 2 എഴുതി കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ റോ ഈ കോളവും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ 2 × 6 എത്രയാണ് വരുന്നത്? 12 മൈനസ് 4 × 2 എത്രയാണ് വരുന്നത്? 8. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഫസ്റ്റ് പ്ലസ് ആണ് എഴുതിയത്. ഇപ്പോൾ അടുത്തത് ഈ മൈനസ്, അതായത് ഈ മൈനസിനെ കൺസിഡർ ചെയ്യേണ്ട സമയത്ത് അപ്പോൾ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പ്ലസ് വന്നു, ഇപ്പം മൈനസ് വന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ്, അതായത് 1നെ കൺസിഡർ ചെയ്യാം. 1 ഇവിടെ എടുത്ത് എഴുതി, കൺസിഡർ ചെയ്യുന്ന എഴുതണം. ഓക്കെ, 1 എഴുതി. ഇതിൽ ഈ റോവും കോളവും ഇല്ലാതെ ഈ 5 4 4 6 ഇതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 30 മൈനസ് 16 വരും. ഇതിൽ പിന്നെ നെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്? നെക്സ്റ്റ് പ്ലസ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഈ പ്ലസ് സൈന് എന്താ പറയുക, താഴത്തെടുത്ത് എഴുതാം. ഇനി അടുത്ത് ഈ 3നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, 3നെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റോ ഈ കോളോ ഇല്ല. ഓക്കെ, ഈ 5 2 2 4 ഇതാണ് ഉള്ളത്. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 10 മൈനസ് 8. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് ഈ ഒരു സംഭവം മാത്രം സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 മൈനസ് 14 പ്ലസ് എന്ത് കിട്ടും? 6. ഇതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ -14 മൈനസ് 14 തന്നെയാണ് വരുന്നത് 0. ഓക്കെ, ഇത് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, മനസ്സിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു 4 × 4 മെട്രിക്സ് നോക്കാം. സെയിം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സൈനിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. സൈന് പ്ലസ് ആയിരിക്കും, മൈനസ് ആയിരിക്കും, പ്ലസ് ആയിരിക്കും, മൈനസ് ആയിരിക്കും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ മേലെ ചെറുങ്ങനെ എഴുതി തരാം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ താഴത്തെ മൈനസ് ആയിരിക്കും എന്ന് അറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചോളുക. എന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ 1നെ കൺസിഡർ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നമുക്ക് എഴുതാനുണ്ടാവുക. ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ മക്കൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ സ്റ്റെപ്സ് നല്ല എലാബറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഒരു കുറേ എഴുതിയതൊക്കെ വിചാരിച്ചിട്ട് ഇതിൽ ഗിവ് മാർക്സ്. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ 1 കൺസിഡർ ചെയ്യാം. ഇത് സെയിം നമ്മൾ മെട്രിക്സ് രൂപത്തിൽ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് സ്റ്റെപ്സ് ബിഗ്ഗായിട്ട് തോന്നുക. പോരാത്തതിന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ 1നെ കൺസിഡർ ചെയ്യാം. ഈ റോവും കോളവും എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി എന്താ ഉള്ളത്? 4 5 6 1 0 3 1 5 2. ഓക്കെ, ഇതെടുത്ത് എഴുതാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് 2 ആണ്. അപ്പോൾ മൈനസ് ഇടാം. 2നെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ റോവും കോളവും അയച്ചേക്കുക. ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് താഴത്തെടുത്ത് എഴുതാം. ഓക്കെ, 0 3 2 5 0 5 6 3 2. ഓക്കെ, ഇതെടുത്ത് എഴുതി. ഇനി എന്താണെന്ന് വെച്ചാൽ പ്ലസ് കൊടുക്കുക. അടുത്ത 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എടുക്കുക. 3 എടുക്കുമ്പോൾ ഈ കോളവും ഈ റോവും മൈനസ് ആയി പോവും. അതായത് എലിമിനേറ്റ് ആവും. ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാക്കിയുള്ളത് വെച്ചിട്ട് ചെയ്യുക. ഈ ഫസ്റ്റ് രണ്ടും ഇതും വെച്ചിട്ട് ചെയ്യുക. അതായത് 0 3 2 ഇതാ പോകുന്ന 4 1 1 6 3 2. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇവിടെ നമ്പർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടല്ലേ. +3 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനി അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് 1നെയാണ്. അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 എഴുതുക,
ഇതിൻ്റെ ഈ റോവും ഈ കോളോ എലിമിനേറ്റ് ആയിട്ട് ബാക്കിയുള്ളത് മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. 0 3 2 4 1 1 5 0 5. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്ത് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള സ്റ്റെപ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 3 into 3 മെട്രിക്സ് ചെയ്തല്ലോ, ആ ഒരു ഫോമിൽ തന്നെ ഈ ഫ്രണ്ടിലുള്ള നമ്പറിന് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഇത് 3 into 3 മെട്രിക്സ് എങ്ങനെയാണോ സോൾവ് ചെയ്തത്, അതായത് ഫസ്റ്റ് നമ്മൾ 4 എടുത്തിട്ട് ഇതിൻ്റെ റോവും കോളും എലിമിനേറ്റ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ളത് വെച്ചിട്ട് ചെയ്ത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്ത്, അതേപോലെ അടുത്ത് 5 എടുത്തിട്ട് ചെയ്യുക, പിന്നെ 6 എടുത്തിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അപ്പം എന്ത് ചെയ്യാം, 1 എടുക്കുക, ബ്രാക്കറ്റിൽ 4 into -15 -5 into -1 plus 6 into 5. ഓക്കെ, ഫസ്റ്റ് ഇത് ചെയ്യാം. പിന്നെ എന്താണ് വരുന്നത്, -2 അല്ലേ വരുന്നത്. -2 ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ താഴത്ത് എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ചെറുതാക്കി നല്ല വൃത്തിക്ക് എഴുതുക. ഓക്കെ, -2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് കിട്ടുക. ഓക്കെ, 0 - 0 plus 6 into 15. പിന്നെ അടുത്തത് +3 ആണ് വരുന്നത്. ഇത് +3 0 - 0 plus 6. ഓക്കെ, അടുത്തത് -1 ആണ് വരുന്നത്. 0 - 4 into 15 plus 5. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. ഈ 4 മെട്രിക്സിൻ്റെയും കാണുന്നുണ്ടോ? ഓക്കെ, ഈ 4 മെട്രിക്സിൻ്റെയും സോൾവ് ചെയ്തിട്ടുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്. ഇനി ഇതിനെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, -25. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂ. ഓക്കെ, ഞാനും കാൽക്കുലേറ്റർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. -25 കിട്ടി. പിന്നെ അടുത്തത് മൈനസ് എത്രയാണ്, 180. പിന്നെ പ്ലസ് ആണ് വരുന്നത്, +18. അടുത്തതും പ്ലസ് ആണ് വരുന്നത്, 55. ഇത് സൈൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇതിൽ മൈനസ് ആൻസർ വരുന്നതുകൊണ്ട് -×- പ്ലസ് ആവുന്നതാണ് ഇത്. ഇതൊക്കെ കൂടി കാൽക്കുലേറ്ററിൽ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 132 -132 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോറി, പിന്നെ വേറൊരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചാൽ, ഞാനിവിടെ പ്ലസ് ആണ് എഴുതിയത്, ഇവിടെ മൈനസ് ആണ് വരേണ്ടത്. ഓക്കെ, അതെൻ്റെ മിസ്റ്റേക്കാണ്, സോറി. മൈനസ് ആണിത്. ഓക്കെ, ഇപ്പോൾ മിസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട്, ഒരു ക്വസ്റ്റ്യന് ഹോംവർക്കായിട്ട് തരാണ്, ചെയ്ത് നോക്ക്. ഞാൻ ആൻസറും തരുന്നുണ്ട്. നിങ്ങൾ ആൻസർ കിട്ടിയാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആൻസർ എന്താണ് കിട്ടുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞുതരാം. 5 into 5 മെട്രിക്സ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, 4 വരെ ചെയ്ത് ഈസിയാണ്, സംഭവം സൂപ്പറാണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ഈ വേറെ ക്വസ്റ്റ്യൻ തരാം, നോട്ട് ചെയ്തോളൂ. ഓക്കെ, 1 എല്ലാം 1 ആക്കിയിട്ട് സിമ്പിളായിക്കോട്ടെ. ഓക്കെ, 1 2 1 1 1 1 1 3 1 1 1 1 1 4 1 1 1 1 5. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആഡ് ചെയ്യാനും എളുപ്പമായിരിക്കും, കാരണം ഒക്കെ പോസിറ്റീവ് നമ്പറിലാണ്, സിമ്പിൾ ഡിജിറ്റാണ്, കോംപ്ലിക്കേറ്റഡേ എല്ലാം ഒട്ടും. ഫസ്റ്റ് സൈന് മനസ്സിലാക്കുക. സൈന് ആണെങ്കിൽ മിസ് ഹെൽപ്പ് ചെയ്ത് തരാം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവണം, ഇവിടെ അടുത്തത് മൈനസ് ആയിരിക്കും വരിക, ഇവിടെ പ്ലസ് ആയിരിക്കും, 2നും പ്ലസ് ആയിരിക്കും വരിക, മൈനസ് പ്ലസ് മൈനസ് അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുകയാണ്. ഇനി ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നോട്ട് ചെയ്തോ. ലൈക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ 1 into 1 into 3 into 4 into 5 എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇതൊക്കെ കൂടി കൂട്ടിയാൽ 60 ആയിരിക്കും കിട്ടുക.
ഇതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ഫീയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസേഴ്സ് കിട്ടുന്നുണ്ടോയെന്ന് മിസ്സിൻ്റെ അടുത്ത് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ.